ഹുല്ലോ, ആ കയറ് അഴിച്ചു മാറ്റുവീൻ. അതൊന്നും ഇവിടെ പാടില്ല. കയർ അഴിച്ചു മാറ്റാ കയറ്. എന്നിട്ട് പറഞ്ഞ വാചകം ശ്രദ്ധിക്ക്. ലിയുസല്ലി അഹദുക്കും നശാതഹു ഫഇദാ ഫതറ ഫൽയർഖുദ്. നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കേണ്ടത് നല്ല ഉന്മേഷത്തോടെയാണ്. നല്ല ഉന്മേഷമുള്ള നേരത്താ നിസ്കരിക്കേണ്ടത്. ഉന്മേഷം പോയിട്ട് തളർച്ച വന്നാൽ വഇദാ ഫതറ ഫൽയർഖുദ്, കയറുമ്മ തൂങ്ങി നിൽക്കല്ല വേണ്ടത്. തളർച്ചയും ക്ഷീണമുണ്ടോ എന്നാ തളർച്ചയും ക്ഷീണവും ഒക്കെ മാറുവോളം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നിസ്കരിച്ചോ. അപ്പൊ ഉന്മേഷം നഷ്ടപ്പെട്ടിട്ട് ഓട്ടുവായിട്ട് മടിയനായിട്ട് നിസ്കരിച്ചിട്ട് കാര്യല്ല. അങ്ങനെ നിസ്കരിക്കേണ്ടതല്ല. അത് മുനാഫിഖിന്റെ പരിപാടിയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ അദ്ദേഹം ഈ ആയത്ത് വിശദീകരിക്കുമ്പോ പറയുന്നുണ്ട്, മൻ അദ്ദ സ്വലാത്ത അലാ വജ്ഹിൽ കസ്ലി. കണ്ടോ, ആരെങ്കിലും എന്ത് ചെയ്താൽ അവൻ മടിയനായി കൊണ്ട് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ഫഫീഹി, ആ വ്യക്തിയിലുണ്ട് ശിബ്ഹുൻ ബിൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളോട് ഒരു സാദൃശ്യം അവനിലുണ്ട്. അതുകൊണ്ട് ഫഹദർ അൻ തകൂന മുശാബിഹൻ ബിൽ മുനാഫിഖീൻ, നീ മുനാഫിഖുകളോട് സാദൃശ്യപ്പെടുന്നതില്ലെന്ന് ഭയപ്പെട്ടുകൊള്ളുക. അദ്ദിസ്വലാത്ത ബിഫർഹിൻ വസുറൂർ, വളരെ സന്തോഷത്തോടെ ആക്റ്റീവായിട്ടേ നിസ്കരിക്കാവൂ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഉന്മേഷം പോകുന്നതിന്റെ ഉദാഹരണമാ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇദാ നഅസാഹദുക്കും വഹുവ യുസല്ലി, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുമ്പോൾ അവന് ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ, ഉറക്കം തൂങ്ങി നിസ്കരിക്കരുത്. നമ്മളൊക്കെ എത്ര തവണയാ ചെയ്യാറ്? ഉറക്കം തൂങ്ങി നിസ്കരിക്കുന്നവരോട് പറയാണ്, ഫൽയർഖുദ്, വേഗം പോയി ഉറങ്ങുകയാണ് നീ വേണ്ടത്. ഹത്താ യദ്ഹബ അൻഹു നൗം, അവന്റെ ഉറക്കം പോകുവോളം അവനൊന്ന് ഉറങ്ങട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. ഫഇന്നഹു ഇദാ സ്വല്ലാ, എന്താ കാരണം? വഹുവ നായിസുൻ, തൂങ്ങി ഉറങ്ങുന്നവനായി നിലക്കൊരുത്തം നിസ്കരിക്കുകയാണെങ്കിൽ, ലാ യദ്രി, അവൻ അറിയാമോ അതിന്റെ അപകടം? അവന് ചിലപ്പോ മനസ്സിലാകൂല. ലഅല്ലഹു യദ്ഹബു യസ്തഗ്ഫിറു ഫയസുബ്ബു നഫ്സഹു, ചിലപ്പോ അവൻ സുജൂദ് കിടന്നിട്ടും തഹിയ്യാത്തിലൊക്കെ അവൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ തേടാനായിരിക്കും അവൻ വിചാരിക്കുന്നത്. പക്ഷേ പാതി മയക്കത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഫയസുബ്ബു നഫ്സഹു, അവൻ തന്നെ ആയിരിക്കും ചിലപ്പോ തെറി പറയുന്നത്, തനിക്കെതിരെ ആയിരിക്കും പറയുന്നത്. അള്ളാഹിനോട് പറയേണ്ട കാര്യം ആവൂല പറയണത്. ഇത് പറയുമ്പോ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഒരാൾ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചൊരു അനുഭവം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അയാൾ വന്നിട്ട് സങ്കടത്തോടെ പറയാണ്, എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി, ആ അനുഭവം മരണനേരത്തുണ്ടാവോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. എന്താന്ന് ഈ പണ്ഡിതൻ ചോദിച്ചപ്പോ ആ സാധാരണക്കാരൻ പറയണത്, ഞാൻ സുജൂദ് കിടന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പെട്ടെന്ന് എനിക്ക് സ്വബോധം വീണ്ടും കിട്ടിയപ്പോ ഞാൻ പറയണത് എന്താ അറിയോ? ലാ ഇലാഹ ഇല്ല ശൈത്താൻ എന്നാണ്. സുബ്ഹാനല്ലാഹ്, ശൈത്താനല്ലാതെ ഇലാഹില്ലാന്ന് ഇയാൾ ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കണ ഉറക്കത്തിലാണ്. ഈ അവസ്ഥ എന്റെ മരണനേരത്തും എനിക്ക് വന്നാൽ എന്റെ സ്ഥിതി എന്തായിരിക്കുമെന്നാണ് ആ സാധാരണക്കാരൻ ഈ പണ്ഡിതനോട്